ഹക്കോബയിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും മുത്തുരാൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഹക്കോബയുടെ തന്നെ പ്ലെയിൻ ഫാബ്രിക് ഒക്കെ കൊണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ ഫാബ്രിക് സെയിം ആണ്, അതിനകത്ത് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതായിരുന്നു, പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. അതിന് പ്രൈസ് ഒന്ന് പറയട്ടെ. പ്രൈസ് വന്നിരിക്കുന്നത് 239 രൂപ പെർ മീറ്ററിലാണ് കേട്ടോ. ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളർ എന്ന് പറയാം. അതിനകത്ത് ലീഫ് പ്രിന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു ലീഫ് പ്രിന്റ് ആണ് കേട്ടോ ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഫാബ്രിക്കിന്റെ വിഡ്ത്ത് 44 ഇഞ്ച് വിഡ്ത്ത് തന്നെയാണ്. ഫോൾഡിങ് ഒരു ഡിഫറെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഇങ്ങനെയായിരിക്കും ഈ ഫാബ്രിക്കിന്റെ വിഡ്ത്ത് വരുന്നത്. ഇതിന്റെ രണ്ട് സൈഡിലും ചെറിയൊരു ഗ്യാപ്പില് ഈ ഒരു കട്ട് വർക്ക് വരാതെ വന്നിട്ടുണ്ട്. അതായത് ഈ അറ്റം മുതൽ ആ അറ്റം വരെയും കട്ട് വർക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് സ്ഥലത്ത് വർക്കില്ലാതെ, അതായത് പ്രിന്റ് മാത്രമേ ഉള്ളൂ. സെന്ററിലുള്ള ആ ഒരു ഹക്കോ പാറ്റേണിലുള്ള വർക്ക് വന്നിട്ടില്ല. ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്ത് നമുക്കത് വെയർ ചെയ്യാം. ഞാൻ ഇതൊക്കെ വെച്ചിട്ട് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം വെയർ ചെയ്തതൊക്കെ ആ കുർത്തിയൊക്കെ സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് പിന്നെ അത് വെയർ ചെയ്യാത്തത് കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 239 രൂപ പെർ മീറ്റർ ആണ്. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ ഒന്ന് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പർപ്പിൾ കളർ എന്ന് പറയാം. അതിനകത്തേക്ക് ഡാർക്ക് കളറിലുള്ള പ്രിന്റ് ആണ്. ഇത് എങ്ങനെയായിരിക്കും ഈ ഒരു ഡിസൈൻ വരുന്നത്? ആദ്യം കണ്ടത് വളരെ അടുത്തടുത്തായിട്ടുള്ള പ്രിന്റ് ആയിരുന്നു. ചെറിയ ലീഫിന്റെ തന്നെ ഡിഫറെന്റ് ഷേപ്പ്, പലതരത്തിലുള്ള ലീവ്സ് ആയിരുന്നു ആദ്യത്തേൽ പോയിരുന്നത്. ഇപ്പൊ കാണുന്നത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ്. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് കണ്ടോ, ഇവിടെ ഒരു ഫ്ലവേഴ്സ്, പിന്നെ ഇവിടെ ഒരു ഫ്ലവർ, അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നല്ല ഭംഗിയുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിനകത്തും 44 ഇഞ്ച് വിഡ്ത്ത് തന്നെയാണ്. ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ ഇത് വരുന്നത്. കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും ഒക്കെ ആയിട്ട് ഹക്കോബ പാറ്റേണിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 239 തന്നെയാണ്. എന്ന് പറയുന്നത് ഒരു സിബോറി സ്റ്റൈലിലുള്ള പ്രിന്റ് ആണ്. ഇതൊക്കെ ഞാൻ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സെയിം കളർ അല്ല, പക്ഷെ സെയിം പാറ്റേണിലുള്ളത്. ഇത് എങ്ങനെയായിരിക്കും? നമുക്കൊരു സിബോറി സ്റ്റൈലിലുള്ള ഒരു ലൈൻ പോലത്തെ പ്രിന്റ് ആണ്. പീച്ച് ആണ് ബേസ് കളർ, റെഡ് കളറിലുള്ള പ്രിന്റ് ആണ്. ഇതിനകത്ത് ഹക്കോബ പാറ്റേണിലുള്ള വർക്കും കൂടെ പോകുന്നു. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 239 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നമുക്കിത് പ്ലീറ്റ്സ് ഒക്കെയുള്ള ഫ്രോക്ക് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം. കാരണം ഇത് അയൺ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ തന്നെ ഇങ്ങനെ ആ ഒരു പ്ലീറ്റ്സിന്റെ പോലെ തന്നെ നമ്മൾ അയൺ ചെയ്യുന്ന പാറ്റേണിൽ തന്നെ കിടന്നോളും. ആ പ്ലീറ്റ്സ് ഒന്നും അങ്ങനെ മാറിപ്പോവാനുള്ള ചാൻസ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളും കുർത്തികളും ഒക്കെ നമുക്ക് ഡ്രസ് മോഡലിലുള്ള കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. പിന്നെയും കാണുന്നത് ഒരു ലീഫ് പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ആദ്യം കണ്ട ലീഫ് അല്ല, ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. കുറച്ച് വലിയൊരു ലീഫാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. അതായത് ഈ മസ്റ്റാർഡ് യെല്ലോയുടെ തന്നെ രണ്ട് കളേഴ്സ് ആണ് ഇതിനകത്ത് പോകുന്നത്. ബേസ് കളർ ഒരു ക്രീം കളർ ആണ്. വർക്ക് സെയിം തന്നെ, നമ്മൾ ഇത്ര നേരം കണ്ടതുപോലെ തന്നെ ഹക്കോബ പാറ്റേണിലാണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ 239 റുപ്പീസ് പെർ മീറ്ററിലാണ് പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്നതിന്റെ എല്ലാം തന്നെ ഒരേ പ്രൈസിലും ഒരേ ഫാബ്രിക്കും ആണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലോറൽ പാറ്റേണിലുള്ളതാ. ഒരു ബ്ലൂ ആണ്. ബ്ലൂവിനകത്തേക്ക് നല്ല ഭംഗിയുള്ള കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ആണ് പോകുന്നത്. ഇത് ഞാൻ ഫോൾഡിങ്ങിന് ഡിഫറൻസ് കൊണ്ട് അങ്ങനെ താഴോട്ട് പോകുന്ന പോലത്തെ ഒന്ന് തിരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിങ്കും ബ്ലൂവും യെല്ലോയും ഒക്കെ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ടൊരു ലീവ്സ് ഒക്കെ അങ്ങനെ പോകുന്ന പോലത്തെ ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഇതെല്ലാം ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. നമ്മൾ ഇന്ന് കണ്ടത് ഹക്കോബ പാറ്റേണിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. 239 റുപ്പീസ് പെർ മീറ്റർ, 44 ഇഞ്ച് വിഡ്ത്തിൽ വന്നിരുന്ന ഫാബ്രിക് ആയിരുന്നു. ഇത് നമുക്ക് ഡ്രസ് മോഡലിലുള്ള കുർത്തിയൊക്കെ ചെയ്യാവുന്നതാണ്. സ്ലിറ്റഡ് പാറ്റേണിലുള്ള കുർത്തി നമുക്ക് നോർമലായിട്ട് ചെയ്യാം. ഞാൻ ഒന്നും കൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഡ്രസ് മോഡലിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് അത് അങ്ങനെ തന്നെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.